നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണേ. ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇനി വരുന്ന 10th മെയിൻസ്, +2 മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ ഈ ചോദ്യ പേപ്പർ നോക്കിയിരിക്കണം. പ്രത്യേകിച്ച് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും വർക്കൗട്ട് ചെയ്യാം. കണക്കഡ് ഫാക്ട്സ് അപ്ഡേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു നോട്ട് കയ്യിൽ വെച്ചേക്കാം. ഇങ്ങനത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾക്ക് അറിയാത്തത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്തോളാം. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തേക്കാം. തുടങ്ങാം. ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് 2021. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. 4 വാചകങ്ങൾ തന്നിട്ടുള്ള താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ശരിയാണേ. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. ശരിയാണേ. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാ. 4ാമത്തെ പ്രസ്താവന സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്വം നിർത്തലാക്കി. ആ പ്രസ്താവന തെറ്റാണ്. ഇവിടെ 1, 2, 3 മാത്രമാ ശരി. തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത്. എന്നായിരുന്നു? 1812 ഡിസംബറിലായിരുന്നേ. എന്നായിരുന്നു? 1812 ഡിസംബറിലായിരുന്നു തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത്. ഈ തിരുവിതാംകൂറിലെ അലോപ്പതി ചികിത്സാരീതി ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താ? റാണി ഗൗരി ലക്ഷ്മിഭായ്. അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. അതായത് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? 1, 2, 3 ആണ് കറക്റ്റ്. 1, 2, 3. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. ഈ KP വള്ളോനില്ലേ, KP വള്ളോന്റെ മാസികകളാണ് ഹരിജൻ, അധകൃതൻ എന്നിവ. അതിൽ അധകൃതൻ ഇമ്പോർട്ടന്റ് ആണ്. അധകൃതൻ എന്ന മാസിക ആരുടേതാണ്? KP വള്ളോന്റേതാണ്. CP അച്യുതമേനോന്റെ ഒരു ഫാക്ട് പറയുകയാണെങ്കിൽ മലയാള സാഹിത്യ നിരൂപണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് CP അച്യുതമേനോനാണ്. മലയാള സാഹിത്യ നിരൂപണത്തിന്റെ പിതാവ്. പിന്നെ കൊച്ചിയിലെ ആദ്യ നിയമനിർമ്മാണ സഭയിലേക്ക് CP അച്യുതമേനോൻ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം മുളങ്കുന്നത്തുകാവാണ്. തൃശ്ശൂര് മുളങ്കുന്നത്തുകാവ്. ഈ ധന്വന്തരി എന്ന് പറയുന്ന മാസികയായിട്ട് TK മാധവന് ബന്ധമില്ല. KP വള്ളോന്റെ ഒരു കോട്ടില്ലേ, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹ്യ മുന്നേറ്റം സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാര KP വള്ളോനാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹിക മുന്നേറ്റം സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് KP വള്ളോൻ. അടുത്ത ചോദ്യം, ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ശരിയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടം A താണുപിള്ള. കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് രൂപീകരണത്തിനായുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. അക്കമ്മ ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 ഫെബ്രുവരി മാസം 23-നാണ്. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ ചേർന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? CV കുഞ്ഞിരാമൻ ആയിരുന്നേ. CV കുഞ്ഞിരാമൻ. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള. പിന്നെ
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിമാർ ആരൊക്കെയായിരുന്നു? PS നടരാജപിള്ളയും KT തോമസും ആയിരുന്നു. PS നടരാജപിള്ളയും KT തോമസും. തിരുവിതാംകൂറില് ഒരു നിയമസഭാ കൗൺസിൽ രൂപീകരിച്ച തീയതി എന്ന നിയമസഭാ കൗൺസിൽ രൂപീകരിച്ചത് 1888 ഈ നിയമസഭാ കൗൺസിൽ രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് T രാമറാവു ആയിരുന്നു. അന്നത്തെ ദിവാനായിരുന്ന T രാമറാവു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാജാനാഗ റിബല്ലിയൻ, ഗദാർ മൂവ്മെന്റ്. ഇതില് ഒരേ വിഭാഗത്തിൽ പെടാത്തത് 4 മാത്രമാണ്. ഗദാർ മൂവ്മെന്റ്. ബാക്കിയെല്ലാം എന്താ? ഗോത്രകലാപങ്ങളാണ്. ഗോത്രകലാപങ്ങൾ. ഈ ഉൽഗുലാൻ മൂവ്മെന്റ് ഇല്ലേ, ജാർഖണ്ഡിലെ ഉൽഗുലാൻ പ്രതിമയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? ബിർസ മുണ്ടയാണ്. ഉൽഗുലാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിർസ മുണ്ട. പിന്നെ സാഫാഹാർ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആദിവാസി ഏതാ? ആദിവാസി വിഭാഗം സാന്താൾമാരാണ്. സാന്താൾമാര്. പിന്നെ 1868 ആരംഭിച്ച സാഫാഹാർ മൂവ്മെന്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ഖേർവാർ മൂവ്മെന്റ്. ഖേർവാർ മൂവ്മെന്റ്. അടുത്ത ചോദ്യം, ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് A 1 മാത്രമാണ്. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഈ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. സുന്ദർലാൽ ബഹുഗുണയാണ് നേതൃത്വം നൽകിയത്. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചത് 1987 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് കീഴിൽ ഏറ്റവും ശക്തമായി പ്രക്ഷോഭങ്ങൾ നടന്ന ജില്ലയോ? ചമോലി എന്ന ജില്ലയാണ്. ഉത്തരാഖണ്ഡ്. ചമോലി. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്ന് അഭിപ്രായപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചത്. ചിപ്കോ പ്രസ്ഥാനത്തിന് കീഴിൽ ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്ന ജില്ല ചമോലി, ഉത്തരാഖണ്ഡ്. ഇനി സുന്ദർലാൽ ബഹുഗുണയ്ക്കൊപ്പം ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയൊരു വ്യക്തിയാണ് ചണ്ഡി പ്രസാദ് ഭട്ട്. ചണ്ഡി പ്രസാദ് ഭട്ട് സുന്ദർലാൽ ബഹുഗുണയ്ക്കൊപ്പം ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്തത് കരോരി എന്ന വാക്കാണ്. സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്തത് കരോരി എന്ന വാക്കാണ്. ബാക്കി ജാഗിർ, പാരതി, ഇനാം എല്ലാം സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ മുഗൾ ഭരണകാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും SCRT-യിലുണ്ട്. അതൊന്ന് നോക്കാം. പ്രാദേശിക ഭരണ വിഭാഗങ്ങളാണ് സുബ. സുബയിൽ ഭരണം വഹിച്ചിരുന്നത് അല്ലെങ്കിൽ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ സുബേദാറാണ്. സർക്കാർ ഭൗജദാറാണ്. സർക്കാർ ഭൗജദാർ. പർഗാനയിലോ ഷിഖ്ദാർ. പർഗാനയിൽ ഷിഖ്ദാർ ആണ് ചുമതല വഹിച്ചിരുന്നത്. ഗ്രാമത്തില് ചൗധരി, പട്ടണത്തില് കൊത്തുവാളാണ് ഭരണം വഹിച്ചിരുന്നത്. സുബ സുബേദാർ, സർക്കാർ ഫൗജദാർ, പർഗാന ഷിഖ്ദാർ, ഗ്രാമം ചൗധരി, പട്ടണം കൊത്തുവാൾ. പിന്നെ മാൻസബ്ദാരി എന്ന് പറയുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് അക്ബറാണ്. എന്താ ഈ സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനും പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് അക്ബർ സ്വീകരിച്ച ഒരു സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. പിന്നെ ജാഗ്രതാരി സമ്പ്രദായം എന്തുവാണ്? സുൽത്താനേറ്റ് അല്ലെങ്കിൽ സൽത്തനത്ത് കാലത്ത് ഇക്ത എന്ന സമ്പ്രദായത്തിന് സമാനമായിട്ട് മുഗൾ ഭരണകാലത്ത് നടപ്പിലാക്കിയ സമ്പ്രദായമാണ് ജാഗ്രതാരി സമ്പ്രദായം. ഈ മംഗോളിയൻ ഭരണാധികാരികളായ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്മുറക്കാരായ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത് ആരാണ്? യൂറോപ്യന്മാരാണ് മുഗൾ എന്ന് അഭിസംബോധന ചെയ്തത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാ.
ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം ഏതാ? നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാരാ? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാധീനം ചെലുത്തിയ സംഭവങ്ങൾ ഏതൊക്കെയാ? പിന്നീടുള്ള കാലത്തെ ലോക ചരിത്രത്തില് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം, അതുപോലെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഇവയ്ക്കൊക്കെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് സ്വാധീനം ചെലുത്തിയത്. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈ പറയുന്ന സംഭവങ്ങൾക്ക്, അതായത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം, ഫെഡറൽ രാഷ്ട്രം എന്നിവയ്ക്കൊക്കെ ഒരു പ്രചോദനം ഏകിയിരുന്നു. പിന്നെ 10 days that shook the world എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഈ പുസ്തകം രചിച്ചത് ജോൺ റീഡ് ആണ്. ജോൺ റീഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം 10 days that shook the world റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പുസ്തകത്തെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ബാറ്റിൽഷിപ്പ് പോട്ടംകീൻ എന്ന ചിത്രമാണ്. ബാറ്റിൽഷിപ്പ് പോട്ടംകീൻ. സംവിധാനം സെർഗി ഐസൻസ്റ്റീൻ. ഈ അമേരിക്കൻ വിപ്ലവ ചരിത്രത്തിലെ ദി ഇൻസിഡന്റ് ഓഫ് കിങ്സ് സ്ട്രീറ്റ് എന്നറിയപ്പെട്ട സംഭവം ഏതാണ്? ദ ഇൻസിഡന്റ് ഓഫ് കിങ്സ് സ്ട്രീറ്റ് എന്നറിയപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്ന 1773 ഡിസംബർ മാസം 16-ാം തീയതിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. പിന്നെ ബോസ്റ്റൺ കൂട്ടക്കൊല നടന്നതും അമേരിക്കയിലാണ്. അമേരിക്കൻ വിപ്ലവ ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കിയ ടൗൺഷെൻഡ് നിയമങ്ങളാണ് 1770 മാർച്ച് 5-ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ബോസ്റ്റൺ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. അപ്പോൾ അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന 3 മാത്രം. WTO UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. 3 മാത്രം. ഇപ്പൊ UN ആസ്ഥാനത്തിന് സ്ഥലം കൊടുത്ത വ്യക്തി ആരാ? റോക്ക് ഫെല്ലർ ആണ് UN ആസ്ഥാനത്തിന് സ്ഥലം കൊടുത്ത വ്യക്തി. ഇനി 1942 വാഷിംഗ്ടൺ സമ്മേളനമാണ് യുഎന്നിന്റെ പിറവിക്ക് കാരണമായ സമ്മേളനം. 1942 വാഷിംഗ്ടൺ സമ്മേളനമാണ്. യുഎന്നിന്റെ ഘടകങ്ങൾ 6 ഘടകങ്ങളാണ് ഉള്ളത്. നിലവിൽ 5 ഘടകങ്ങളാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമാണ്, എന്നാലും 6 ഘടകങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടുള്ള ഘടകമാണ്. പിന്നെ ഈ ആദ്യത്തെ പ്രസ്താവന ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. ശരിയാണ്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പൊ UNO എന്ന ആശയം ആദ്യം അവതരിപ്പിക്കുകയും ആ പേര് നിർദ്ദേശിക്കുകയും ചെയ്തതാരാ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പിന്നെ UN ചാർട്ടർ എന്ന് പറയുന്നത് UNന്റെ കടമകളെയും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന രേഖയാണ് UN ചാർട്ടർ. UNന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? പൊതുസഭ, രക്ഷാസമിതി, സാമൂഹിക സാമ്പത്തിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. ഈ 5 ഇപ്പൊ നോക്കിയാൽ മതി. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ടായിരുന്നു, അതിപ്പോ പ്രവർത്തനരഹിതമാണ്. ഈ പൊതുസഭ എന്ന് പറയുന്നതാണ് UNന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ലോക പാർലമെന്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. പുതിയ രാജ്യങ്ങൾ എന്തെങ്കിലും UNൽ അംഗമാകാൻ വന്നാൽ അവർക്ക് അംഗത്വമൊക്കെ കൊടുക്കുന്നത് പൊതുസഭയാണ്. ഇനി രക്ഷാസമിതി, അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന UNന്റെ ഘടകമാണ് രക്ഷാസമിതി.
സാമൂഹിക സാമ്പത്തിക സമിതിയോ UN-ന്റെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നത് സാമൂഹ്യ സാമ്പത്തിക സമിതിയാണ്. പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി UN-ന്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ആസ്ഥാനം എവിടെയാ? ഹേഗ് ആണ് ആസ്ഥാനം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് മേൽ തീരുമാനമൊക്കെ എടുക്കാൻ അധികാരമുള്ള UN-ന്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇനി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന UN-ന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. UN-ന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ തലവനാണ് സെക്രട്ടറി ജനറൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.